എവിടെ പോയാലും ഒരു മാറ്റവും ഇല്ല. രാവിലെ കുറേ സമയം ഓടി, കുറേ നടന്നു, കുറേ വർക്കൗട്ട് ചെയ്തു. പക്ഷേ ഇവിടുന്ന് എന്ത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ വേർക്കൊന്നുമില്ല. നല്ല തണുപ്പായതുകൊണ്ട് എങ്ങനെ വേർക്കൊന്നുമില്ല. ഇത് ഈ പിള്ളേർ രാവിലെ വന്ന് കളിക്കുന്ന ഒരു ചെറിയൊരു ഗ്രൗണ്ടാണ്. രാവിലെ ഈടെയുള്ള പിള്ളേർ രാവിലെ ഒരു 6 മണിയെല്ലാം ആകുമ്പോഴത്തേക്കും വന്ന് കളിക്കും. ഏകദേശം ഒരു 6:30 ആകുമ്പോഴത്തേക്കും ഇവർ കളിയെല്ലാം കഴിഞ്ഞിട്ട് പോകും. ഈടെയുള്ള ആൾക്കാരെല്ലാം നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണ്. അതേപോലെ തന്നെ നല്ലൊരു ആംബിയൻസ് വന്നു ഇവിടെ. ഫുള്ളായിട്ട് നല്ലൊരു രസമില്ല, അടിപൊളി ഒരു സ്ഥലമാണ്. എങ്ങനെയുണ്ട് മാർട്ടിനെ ഈ സ്ഥലം? എന്തായാലും ഒരു അടിപൊളി സ്ഥലമാണ്. ആ. നമുക്ക് രാവിലെ എണീറ്റ് വർക്കൗട്ട് ചെയ്യാനും ആ. എല്ലാം പറ്റിയ ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു തണുപ്പിനെ സ്ഥലമാണ്. കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ഒരു നല്ലൊരു നാട്ടിലെല്ലാം ഇപ്പൊ നല്ല ചൂടാണെങ്കിലും ആ. ഇപ്പൊ നല്ല ഒരു ക്ലൈമറ്റ് ക്ലൈമറ്റ് നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അടിപൊളിയല്ലേ? അടിപൊളി. എന്തായാലും കൂർഗിലെ ജീവിതം എനിക്ക് മടുത്തൊന്നുമില്ലല്ലോ. ഇല്ല ഇല്ല. അടിപൊളി അടിപൊളി അടിപൊളി. രാഹുൽ, എന്നാ നിന്റെ ഒരു അഭിപ്രായം എന്താണ് ഈ സ്ഥലത്തെ കുറിച്ചും ഇവിടുത്തെ താമസത്തെ കുറിച്ചും എല്ലാം? ഇത് കുറെ നാളായില്ലേ നീ ഒന്നും ഇല്ലെങ്കിൽ ഇടാ നമ്മളിൽ ഇപ്പൊ ഒരു 6-7 മാസമായിട്ട് ഇപ്പൊ ഇവിടെ തന്നെയുണ്ട്. ഒരു കാമായിട്ടുള്ളൊരു പ്ലേസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ കാലാവസ്ഥ തന്നെയാണ് മെയിൻ. നമുക്കിപ്പോ നാട്ടിലൊരു ഒരു 10 മിനിറ്റ് നമ്മള് പിന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന എഫേർട്ട്, ആ എഫേർട്ട് തന്നെ മതി ഇവിടെ ഒരു 20 അരമണിക്കൂർ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അതെ, രാവിലെ ഇത് ഇത്രയും സമയം നമ്മൾ ഇവിടെ വർക്കൗട്ടെല്ലാം ചെയ്തു, എന്തൊരു വേർപ്പ് തുള്ളി പോലും കാണുന്നില്ല. അതന്നെ ഇപ്പൊ പറഞ്ഞത്, വേർക്കില്ല. അത്യാവശ്യം നല്ല വെയിലും ഉണ്ട് എങ്കിൽ പോലും നമുക്ക് ഒരു തണുപ്പാണ്, ഒരു തണുത്ത കാറ്റൊക്കെ വരുമ്പോ വേർക്കുന്നില്ല. അതെന്നാ പറയുന്നത്, ഇതിന്റെ പുറകിൽ കാണുന്നുണ്ട് ഇതൊരു ചെറിയൊരു അമ്പലമാണ് ഇത് കാണുന്നത്. പിന്നെ ഇവിടെ ഫുള്ള് മരങ്ങളും കാടുകളെല്ലാം ആയിട്ട് ഒരു പ്രകൃതി രമണീയമായ ഒരു സൂപ്പർ പ്ലേസ് തന്നെയാണ് ഇതും. ഓക്കെ, താങ്ക് യു. നമ്മളൊരു 3-5 കിലോമീറ്റർ ഓടി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഫുള്ള് പിന്നെ കാപ്പിത്തോട്ടമാണ്. ഫുള്ള് കാപ്പിത്തോട്ടം എന്ന് പറഞ്ഞാൽ നിറച്ചും കാപ്പിത്തോട്ടം, പിന്നെ ഫുള്ള് മരങ്ങളും. പിന്നെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു വീട് കഴിഞ്ഞ് ഏകദേശം ഒരു 500 മീറ്ററിൻ്റെ ഇടയ്ക്ക് അടുത്തൊരു വീടുണ്ടാവും. അതുപോലെ റോഡ് സൈഡിൽ നിന്ന് വീട്ടിലേക്ക് തന്നെ ഏകദേശം ഒരു 10-200 മീറ്റർ പുറകിലേക്ക്, ഞാനിപ്പോൾ ഒരു വീട്ടിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, ഒരു 10-200 മീറ്റർ പുറകിലേക്ക് മാത്രമേ ഇവിടെ വീടുണ്ടാവുള്ളൂ. ഒരു ഫുള്ള് പച്ചപ്പ് തന്നെ, ഫുൾ പച്ചപ്പ് പറഞ്ഞാൽ ഫുള്ള് പച്ചപ്പ്, അങ്ങനത്തെ ഒരു പ്രദേശമായത്.